Hello my dear students, good morning and welcome to SAS EduShack. അപ്പോൾ ഹിസ്റ്ററി ഫസ്റ്റ് ചാപ്റ്ററിലെ റെവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ വേൾഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള നാലാമത്തെ റെവല്യൂഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏതാണ് ആ റെവല്യൂഷൻ? റഷ്യൻ റെവല്യൂഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ 3 റെവല്യൂഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഡിസ്കസ് ചെയ്തിരുന്നു, അതേപോലെ തന്നെ ഫ്രഞ്ച് റെവല്യൂഷൻ, ദെൻ ലാറ്റിൻ അമേരിക്കൻ റെവല്യൂഷൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് റഷ്യൻ റെവല്യൂഷനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്സേക്ക് വരെ നമുക്ക് സാധ്യതയുള്ള ഒരു റെവല്യൂഷനാണ് റഷ്യൻ റെവല്യൂഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് മെയിൻ ആയിട്ട് ഒരു 2-3 ഏരിയാസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഇത് എസ്സേ രീതിയിലും ചോദിക്കാം, ഫെബ്രുവരി അതേപോലെ തന്നെ ഒക്ടോബർ റെവല്യൂഷൻ്റെ പാർട്ടായിട്ടും ചോദിക്കാം. അപ്പോൾ നമുക്കിത് അധികം വൈകിക്കാണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം, റഷ്യൻ റെവല്യൂഷൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളൊരു റെവല്യൂഷൻ എടുക്കുമ്പോൾ ഈ റെവല്യൂഷൻ ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് നമ്മൾ ആദ്യം പഠിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കോസസ് എന്നുള്ളത് നോക്കാം. ഫാമേഴ്സ് ആൻഡ് ഫാക്ടറി വർക്കേഴ്സ് ഇൻ റഷ്യ ലെഡ് എ ട്രാജിക് ലൈഫ് അണ്ടർ ദി ഓട്ടോക്രസി ഓഫ് ദ സാർ എംപറേഴ്സ് ഹു റൂൾഡ് റഷ്യ. റഷ്യ ഭരിച്ചിരുന്നത് ഏത് ചക്രവർത്തിമാരായിരുന്നു? സർ ചക്രവർത്തിമാരായിരുന്നു. നമ്മൾ സർ ചക്രവർത്തി എന്ന് പറയുമെങ്കിലും എഴുതുന്നത് എങ്ങനെയാണ്? TSAR, സർ. അതിൽ ടി സൈലന്റ് ആണ്. അപ്പൊ ഇവിടെ ഫാമേഴ്സ് ആയാലും ഫാക്ടറി വർക്കേഴ്സ് ആയാലും റഷ്യയിൽ വളരെ ട്രാജിക് ആയിട്ടുള്ള ദുരിതപൂർണമായിട്ടുള്ള ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. ആരുടെ കീഴിൽ? സർ ചക്രവർത്തിമാര് നയിച്ചിരുന്ന ഓട്ടോക്രസി, ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ. അപ്പൊ ഇനി ഇത് മാത്രമല്ല, ലോ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ അഫക്റ്റഡ് ദ ഫാമേഴ്സ് ഇൻകം. അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കുറവായിരുന്നു, അത് ഫാമേഴ്സിന്റെ ഇൻകത്തെ നല്ല രീതിയിൽ ബാധിച്ചു. ദ ലാൻഡ്ലെസ് ഫാമേഴ്സ് ഹാഡ് ടു പേ ഹ്യൂജ് ടാക്സ്. ലാൻഡ് ഇല്ലാത്ത ഫാമേഴ്സ് പോലും എന്ത് ചെയ്യണമായിരുന്നു? വലിയ തോതിലുള്ള ടാക്സ് അടയ്ക്കണമായിരുന്നു. ദോ റഷ്യ വാസ് റിച്ച് ഇൻ നാച്ചുറൽ റിസോഴ്സസ്, ദെയർ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ വാസ് വീഗർ. റഷ്യ എന്ന് പറയുന്ന രാജ്യം നാച്ചുറൽ റിസോഴ്സസിന്റെ കാര്യത്തിൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. പക്ഷെ അവരുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. So it was the foreigners who controlled majority of the industries that existed there. കാരണം എന്താ? അവരുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ കുറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ റിച്ച് ആണ്, പക്ഷെ ആ റിസോഴ്സസ് എല്ലാം ഉപയോഗിച്ച് അവിടെ ഇൻഡസ്ട്രീസ്, മെജോറിറ്റി വരുന്ന ഇൻഡസ്ട്രീസ് എല്ലാം കൺട്രോൾ ചെയ്തിരുന്നത് ആരായിരുന്നു? ഫോറിനേഴ്സ് ആണ്. അതുകൊണ്ടാണ് അവരുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എന്താന്ന് പറയുന്നത്? മീഗറാണ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ റഷ്യൻ റെവല്യൂഷന്റെ കാരണങ്ങൾ. എന്തൊക്കെയാണ്? ഫാമേഴ്സും ഫാക്ടറി വർക്കേഴ്സും ഈ പറയുന്ന ട്രാജിക് ആയിട്ടുള്ള ലൈഫാണ് ലീഡ് ചെയ്തിരുന്നത്. ആരുടെ കീഴിൽ? സർ ചക്രവർത്തിമാരുടെ കീഴിൽ. ലോ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ അഫക്റ്റഡ് ഫാമേഴ്സ് ഇൻകം. മൂന്നാമത്തത്, ലാൻഡ് ഇല്ലാത്ത ഫാമേഴ്സ് പോലും ഹാഡ് ടു പേ ഹ്യൂജ് ടാക്സ്. ദെൻ ദോ റഷ്യ വാസ് റിച്ച് ഇൻ നാച്ചുറൽ റിസോഴ്സസ്. പക്ഷേ അവരുടെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ എങ്ങനെയായിരുന്നു? മീഗറായിരുന്നു. ഫോറിനേഴ്സ് ആണ് മെജോറിറ്റി വരുന്ന ഇൻഡസ്ട്രീസ് എല്ലാം കൺട്രോൾ ചെയ്തിരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് കാരണങ്ങൾ. ഇനി ഈ ഏതൊരു റെവല്യൂഷനും എന്ത് ചെയ്യേണ്ടി വരും? ചില ഐഡിയോളജീസ്, ചില തിങ്കേഴ്സിന്റെ ഐഡിയോളജീസ് കേട്ട് ഇൻസ്പയർ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? റെവല്യൂഷനിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ കുറച്ച് റൈറ്റേഴ്സ് ഉണ്ട്. ആരൊക്കെയാണ്? മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ് ആൻഡ് ആന്റോൺ ചെക്കോവ്. ഇവരെന്ത് ചെയ്തു? depicted the plight of workers and farmers in their work. അപ്പൊ ഇവർ എഴുതുന്ന കംപ്ലീറ്റ് എഴുത്തുകളിലും ഈ പറയുന്ന വർക്കേഴ്സിന്റെയും ഫാർമേഴ്സിന്റെയും ദുരിതത്തെ കുറിച്ച് അവരവരുടെ വർക്കുകളിലെല്ലാം, അവരുടെ റൈറ്റിംഗ്സിലെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു. ആരൊക്കെയാണ് ആ റൈറ്റേഴ്സ്? മാക്സിം ഗോർക്കി, ലിയോ ടോൾസ്റ്റോയ്, ഇവാൻ തുർഗനേവ് ആൻഡ് ആന്റോൺ ചെക്കോവ്. ഇനി ഇത് കൂടാതെ മാർക്സിസ്റ്റ് ഐഡിയോളജീസ് ഫോർമുലേറ്റ് ചെയ്തു. ആരൊക്കെ ചേർന്നിട്ടാണ്? കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും കൂടെ ചേർന്നിട്ട് മാർക്സിസ്റ്റ് ഐഡിയോളജീസ് ഫോർമുലേറ്റ് ചെയ്തു. ആ ഫോർമുലേറ്റ് ചെയ്തതോടുകൂടി വർക്കേഴ്സിന് നല്ലൊരു സ്റ്റിമുലേഷൻ കിട്ടി. സോ ദേ കോൾഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ദ സുപ്രീമസി ഓഫ് ദ വർക്കേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ബൈ ദ ക്യാപിറ്റലിസ്റ്റ്. അപ്പൊ ക്യാപിറ്റലിസ്റ്റിനായിരുന്നു അവിടെ സമൂഹത്തിൽ നല്ലൊരു സുപ്രീമസി, ഒരു ഉയർന്ന സ്ഥാനം ഉണ്ടായിരുന്നത്. അത് മാറ്റി ആ സ്ഥാനത്തേക്ക് വർക്കേഴ്സിന് ഒരു സുപ്രീമസി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ട്രേഡ് യൂണിയൻസ് were formed to find remedies for the plight of the workers. വർക്കേഴ്സിന്റെ ദുരിതത്തിന് ഒരു സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് എന്ത് ഫോം ചെയ്തു? ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്തു. ഓക്കെ, സോ based on the Marxist ideologies, the Social Democratic Workers Party. Okay, അപ്പോ ഈ പറയുന്ന മാർക്സിസ്റ്റ് ഐഡിയോളജീസ് ബേസ് ചെയ്തുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഫോം ചെയ്തു, SDWP ഫോം ചെയ്തു. പിന്നീട് ഈ പാർട്ടി എന്തായി? സ്പ്ലിറ്റ് ആയിട്ട് 2 ഗ്രൂപ്പുകളായി. മെൻഷേവിക് എന്ന് പറയുന്ന മൈനോറിറ്റി ഗ്രൂപ്പും ബോൾഷേവിക് എന്ന് പറയുന്ന മെജോറിറ്റി ഗ്രൂപ്പും ഫോം ചെയ്തു. അപ്പൊ ഈ പറയുന്ന ബോൾഷേവിക്കിന്റെ ലീഡേഴ്സ് ആരൊക്കെയാണ്? ലെനിൻ ആൻഡ് ട്രോട്സ്കി. അലക്സാണ്ടർ കെറൻസ്കി ആയിരുന്നു ഈ പറയുന്ന മൈനോറിറ്റി വിഭാഗത്തിന്റെ ലീഡർ.
ഓക്കെ, അപ്പൊ ക്ലിയർ ആണോ? അപ്പൊ 4 റൈറ്റേഴ്സിന്റെ പേര് പറഞ്ഞു. മാർക്സിസ്റ്റ് ഐഡിയോളജീസ് ആരൊക്കെ ചേർന്നിട്ടാ ഫോർമുലേറ്റ് ചെയ്ത? കാൾ മാർക്സും ഫ്രെഡറിക് എംഗൽസും. അതിനുശേഷം അവര് ഈ പറയുന്ന ക്യാപിറ്റലിസ്റ്റിന് സുപ്രീമസി ഉണ്ടായിരുന്നത് മാറ്റി വർക്കേഴ്സിന്റെ സുപ്രീമസി കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചു. അതിനു വേണ്ടിയിട്ട് ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്തു, ഈ പറയുന്ന വർക്കേഴ്സിന്റെ ദുരിതം മാറ്റാനായിട്ട്. ആ മാർക്സിസ്റ്റ് ഐഡിയോളജീസിനെ ബേസ് ചെയ്തുകൊണ്ട് SDWP സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി ഫോം ചെയ്തു. ഇത് പിന്നീട് സ്പ്ലിറ്റ് ആയി മെൻഷെവിക് ആൻഡ് ബോൾഷെവിക് ആയി. ബോൾഷെവിക്കിന്റെ ലീഡർ ലെനിൻ ആൻഡ് ട്രോട്സ്കിയും അലക്സാണ്ടർ കെറൻസ്കി ആയിരുന്നു മെൻഷെവിക്കിന്റെ ലീഡർ. ഓക്കെ, ഇനി ഇതിലെ ആദ്യത്തെ ഇവന്റ് ആണ് ബ്ലഡി സൺഡേ. എന്താണത്? ദ ക്രൈസിസ് റീച്ച്ഡ് ഇറ്റ്സ് വേർസ്റ്റ് when Russia was defeated in the Russia-Japan war in 1905. 1905 എന്തുണ്ടായി? റഷ്യയും ജപ്പാനും തമ്മിലൊരു യുദ്ധമുണ്ടായി. പക്ഷെ അതിൽ ആര് തോറ്റു? റഷ്യ തോറ്റു. അപ്പൊ ഒന്നും കൂടി അവർ ഭയങ്കര ഒരു ബുദ്ധിമുട്ടിലായി തീർന്നു റഷ്യ. സോ ദ വർക്കേഴ്സ് ഓർഗനൈസ്ഡ് എ ഹ്യൂജ് മാർച്ച് അറ്റ് പെട്രോഗ്രാഡ്. അപ്പൊ വർക്കേഴ്സ് എന്ത് ചെയ്തു? വലിയൊരു മാർച്ച് ഓർഗനൈസ് ചെയ്തു പെട്രോഗ്രാഡിൽ വെച്ചിട്ട്. എന്ന് ഓൺ 9th January 1905 അവരൊരു വലിയൊരു മാർച്ച് ഓർഗനൈസ് ചെയ്തു, ഡിമാൻഡിങ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ആൻഡ് എക്കണോമിക് റീഫോംസ്. പൊളിറ്റിക്കൽ റൈറ്റ്സും എക്കണോമിക് റീഫോംസും ഡിമാൻഡ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു മാർച്ച് ഓർഗനൈസ് ചെയ്യുന്നത്. സോ ദ മാർച്ച് വാസ് ഫയർഡ് ബൈ ദി സോൾജേഴ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ഡെമോൺസ്ട്രേറ്റേഴ്സ് വർ massacred. ഓക്കെ, അപ്പൊ ഈ സോൾജേഴ്സ് എന്ത് ചെയ്തു? ഈ ഒരു മാർച്ചിനെതിരെ അവർ വെടിയുതിർത്തു. അങ്ങനെ 100 കണക്കിന് ഡെമോൺസ്ട്രേറ്റേഴ്സ്, വിപ്ലവകാരികൾ അല്ലെങ്കിൽ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നവര് മരണപ്പെട്ടു. ദിസ് ഇവന്റ് ഈസ് known as the bloody Sunday. അപ്പൊ ബ്ലഡി സൺഡേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയറും 1905 ആണ്. റഷ്യ ജപ്പാൻ വാർ ഉണ്ടായതും ഇപ്പൊ തന്നെയാണ് 1905. അപ്പൊ നമ്മുടെ റഷ്യൻ റെവല്യൂഷനിലെ ഒരു മേജർ ഇവന്റ് ആണ് ഇത് ബ്ലഡി സൺഡേ. ഇനി നമ്മൾ നോക്കുന്നത് ഫെബ്രുവരി റെവല്യൂഷൻ ആണ്. അനലൈസ് ദ സർക്കംസ്റ്റാൻസസ് ദാറ്റ് ലെഡ് ടു എ പ്രൊവിഷണൽ ഗവൺമെന്റ് ഇൻ റഷ്യ. അപ്പോൾ ഫെബ്രുവരി റെവല്യൂഷൻ എന്ന് ചോദിച്ചാലും ഈ രീതിയിൽ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് ഫോം ചെയ്യാനുള്ള സർക്കംസ്റ്റാൻസസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ സെയിം തന്നെയാണ്. എന്താണ് വരുന്നത്? വർക്കേഴ്സ് ഓർഗനൈസേഷൻസ് കാൾഡ് സോവിയറ്റ് were formed all over Russia to conduct strike. സ്ട്രൈക്ക് നടത്താൻ വേണ്ടി വർക്കേഴ്സിന്റെ ഓർഗനൈസേഷൻ ഫോം ചെയ്തു റഷ്യയിലുടനീളം. അതിന്റെ പേരാണ് എന്ത്? ദ സോവിയറ്റ്സ്. when the strikes gained massive strength, സ്ട്രൈക്സിനൊക്കെ നല്ല സ്ട്രെങ്ത് കിട്ടിയപ്പോൾ emperor was compelled to form a legislative assembly called Duma. ഓക്കെ, അപ്പൊ സ്ട്രൈക്സ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആയി മാറിയപ്പോൾ എംപറർ, അവിടുത്തെ നമ്മുടെ സർചക്രവർത്തിയായിരുന്ന എംപറർ, അതായത് നിക്കോളാസ് 2 ആണ് അവിടുത്തെ അപ്പോഴത്തെ എംപറർ, ആൾക്കൊരു ലെജിസ്ലേറ്റീവ് അസംബ്ലി ഉണ്ടാക്കിയേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയില് വന്നു. അങ്ങനെ ഫോം ചെയ്യുന്നതാണ് ദ്യൂമ എന്ന് പറയുന്നത്. സോ ഇഗ്നോറിംഗ് ദ മാർക്സിസ്റ്റ് പ്രൊട്ടസ്റ്റ് ഫ്രം ദ്യൂമ, നിക്കോളാസ് 2 the then Tsar decided to participate in the First World War സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? സോ ഫസ്റ്റ് വേൾഡ് വാറിൽ പങ്കെടുക്കരുത്, ഓൾറെഡി ഇവിടെ ഭയങ്കര പ്രൊട്ടസ്റ്റുകളൊക്കെ നടക്കുകയാണ്. അപ്പൊ ഇതിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞിട്ടും ദ്യൂമയുടെ എതിർപ്പുകളെ അവഗണിച്ച് നിക്കോളാസ് 2 എന്ത് ചെയ്യാണ്? അവിടെ ഫസ്റ്റ് വേൾഡ് വാറിൽ ചെന്ന് റഷ്യ പങ്കെടുക്കാൻ പോവാണ്. അപ്പൊ ഒരുപാട് റഷ്യൻ സോൾജിയേഴ്സ് ഫൗണ്ടഡ്. ഓക്കെ, ഒരുപാട് പേർക്ക് അതിന്റെ നാശം വിതയ്ക്കുണ്ടായി. എ ലോട്ട് ഓഫ് റഷ്യൻ സോൾജിയേഴ്സ് ഫൗണ്ടഡ് ബൈ കാൾ മാർക്സ് ആൻഡ് were killed in this war. ഒരുപാട് റഷ്യൻ സോൾജിയേഴ്സ്, ഈ പറയുന്ന കാൾ മാർക്സ് നിർമ്മിച്ച ഒരുപാട് റഷ്യൻ സോൾജിയേഴ്സ് എല്ലാവരും അവർ ഫോം ചെയ്ത ഒരു പാർട്ടിയിലൂടെയുള്ള റഷ്യൻ സോൾജേഴ്സ് എല്ലാം കൊല്ലപ്പെടുകയാണ്. അങ്ങനെ ഫുഡ് ഷോർട്ടേജ് ബിക്കം സിവിയർ ബൈ 1917 ആയപ്പോൾ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല അല്ലെ. അതും കൂടി ആയപ്പോൾ എന്തായി? ഒന്നുകൂടി ക്രൈസിസ് അതിന്റെ ഒരു എക്സ്ട്രീമിലേക്ക് എത്തി. അങ്ങനെ ഫുഡ് ഷോർട്ടേജ് സിവിയർ ആയി മാറി 1917 അങ്ങനെ thousands of women marched along the streets of Petrograd on 8th March 1917 clamoring for bread. ബ്രെഡ് ആവശ്യപ്പെട്ട്, ഭക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് 8th March 1917 thousands of women, ആയിരക്കണക്കിന് സ്ത്രീകള് പെട്രോഗ്രാഡിന്റെ സ്ട്രീറ്റ്സിലൂടെ അവര് മാർച്ച് നടത്തി. സോ ദ വർക്കേഴ്സ് ഓർഗനൈസ്ഡ് പ്രൊട്ടസ്റ്റ് മാർച്ച് ഇൻ പെട്രോഗ്രാഡ്. അങ്ങനെ ഒരു പ്രൊട്ടസ്റ്റ് മാർച്ച് പെട്രോഗ്രാഡിൽ വെച്ച് നടത്തി. ഇനി though the soldiers clashed with the demonstrators in the beginning, later they joined the workers. ആദ്യമൊക്കെ സോൾജേഴ്സ് ഡെമോൺസ്ട്രേറ്റേഴ്സുമായിട്ട് എതിർത്തൊക്കെ നിന്നെങ്കിലും പിന്നീട് ഈ പറയുന്ന സോൾജേഴ്സും വർക്കേഴ്സിനോടൊപ്പം ചേർന്നു. സോ ഇറ്റ് വാസ് ദ ട്രാജിക് എക്സ്പീരിയൻസ് ഡ്യൂറിംഗ് ദ ഫസ്റ്റ് വേൾഡ് വാർ ദാറ്റ് ഇൻഡ്യൂസ്ഡ് them to do so. കേട്ടോ, അവര് ഈ പറയുന്ന ഫസ്റ്റ് വേൾഡ് വാറിൽ പങ്കെടുത്ത സമയത്ത് അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്ന ആ ഒരു സിറ്റുവേഷൻ കാരണമാണ് അവർ ഈ പറയുന്ന വർക്കേഴ്സിനോടൊപ്പം ചേർന്നത്. സോ ദ വർക്കേഴ്സ് ക്യാപ്ചേർഡ് പെട്രോഗ്രാഡ്. നിക്കോളാസ് 2 was thrown out of power. അങ്ങനെ വർക്കേഴ്സ് ചെയ്ത് പിടിച്ചെടുത്തു, പെട്രോഗ്രാഡ് പിടിച്ചെടുത്തു. അങ്ങനെ നിക്കോളാസ് 2 അധികാരം നഷ്ടപ്പെട്ടു. അപ്പൊ ആ സ്ഥാനത്തേക്ക് ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് ഫോം ചെയ്തു.
Okay, അതായത് ഒരു താൽക്കാലിക ഗവൺമെന്റ് was formed under Alexander Kerensky, the Menshevik leader ആയ അലക്സാണ്ടർ കെറൻസ്കി വെച്ചുകൊണ്ട് ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് ഫോം ചെയ്തു. This revolution that took place in March came to be known as the February Revolution. അപ്പോൾ ഇത് മാർച്ചിലാണ് നടന്നെങ്കിലും ഇതാണ് ഫെബ്രുവരി റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ ഒരു റെവല്യൂഷനിൽ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഒക്ടോബർ റെവല്യൂഷൻ. ഡിസ്കസ് ദ റോൾ ഓഫ് ദി ഒക്ടോബർ റെവല്യൂഷൻ ഇൻ എസ്റ്റാബ്ലിഷിംഗ് ദ പ്രൊലറ്റേറിയറ്റ് ഗവൺമെന്റ് ഇൻ റഷ്യ. നമുക്ക് നോക്കാം. എ ഗ്രൂപ്പ് ഓഫ് സോവിയറ്റ്സ് ഡിഡ് നോട്ട് അപ്രൂവ് ദ പ്രൊവിഷണൽ ഗവൺമെന്റ്. അപ്പോൾ ഓൾറെഡി അലക്സാണ്ടർ കെറൻസ്കി വെച്ചുകൊണ്ട് ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് ഫോം ചെയ്തതിനെ ഒരു ഗ്രൂപ്പ് ഓഫ് സോവിയറ്റ്സ് അത് അംഗീകരിക്കാൻ തയ്യാറായില്ല. സോ ദ വ്ളാഡിമിർ ലെനിൻ who had been in Switzerland came to Russia and strongly opposed the provisional government. അപ്പോൾ ഇത് നടക്കുന്ന സമയത്ത് വ്ളാഡിമിർ ലെനിൻ അപ്പോൾ സ്വിറ്റ്സർലാൻഡിലായിരുന്നു. ആൾ എന്ത് ചെയ്തു? ഈ പ്രൊവിഷണൽ ഗവൺമെന്റിനെ എതിർത്തുകൊണ്ട് എങ്ങോട്ട് വന്നു? റഷ്യയിലേക്ക് വന്നു. And he argued that the entire power should be transferred to the Soviets if they were to realize the aims of the revolution. റെവല്യൂഷന്റെ എയിം റിയലൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എൻറ്റയർ പവർ ആരിലേക്ക് കൺവേർട്ട് ചെയ്യണം? സോവിയറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതാണ് എന്ന് അദ്ദേഹം വാദിച്ചു. So the Bolsheviks and the Soviets supported him. ബോൾഷെവിക് ആയിക്കോട്ടെ സോവിയറ്റ് ആയിക്കോട്ടെ ഇവരൊക്കെ നമ്മുടെ ലെനിനെ സപ്പോർട്ട് ചെയ്തു. സോ ദേ പ്രൊപ്പഗേറ്റഡ് ദാറ്റ് ഓൺലി പ്രൊലറ്റേറിയൻസ് ഗവൺമെന്റ് കുഡ് എറാഡിക്കേറ്റ് ദ സെഞ്ചുറീസ് ഓൾഡ് എക്കണോമിക് ബാക്ക്വേർഡ്നെസ് ആൻഡ് എക്കണോമിക് ഇനിക്വാലിറ്റി. ഓക്കെ, ഇനിക്വാലിറ്റിയും എക്കണോമിക് ബാക്ക്വേർഡ്നെസ്സും പണ്ട് കാലം മുതൽ, അതായത് ഒരുപാട് നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്നത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ, എറാഡിക്കേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആര് വരണം? വർക്കേഴ്സിന്റെ ഗവൺമെന്റ്, പ്രൊലറ്റേറിയൻസ് ഗവൺമെന്റ് വരണം എന്ന് അവർ പറഞ്ഞു. സോ ഇൻ ഒക്ടോബർ 1917 the Bolsheviks organized an armed rebellion against the provisional government. ആ പ്രൊവിഷണൽ ഗവൺമെന്റിനെതിരെ ഒരു ആർമഡ് റെബല്യൻ ആര് നടത്തി? ബോൾഷെവിക് നടത്തി. അത് ഒക്ടോബർ 1917 ആണ്. കെറൻസ്കി fled from the country and Russia came under the control of Bolshevik. അങ്ങനെ കെറൻസ്കി നാട് വിട്ടു. എന്നിട്ട് റഷ്യ ബോൾഷെവിക്കുകളുടെ കീഴിൽ വന്നു. This event through which the Bolshevik attained power is known as the October Revolution. അപ്പോൾ ബോൾഷെവിക് പവർ അറ്റൈൻ ചെയ്യുന്ന ഈ ഒരു ഇവന്റ് ആണ് ഒക്ടോബർ റെവല്യൂഷൻ എന്നറിയപ്പെടുന്നത്. ആസ് പെർ റഷ്യൻ കലണ്ടറിൽ ഇത് ഒക്ടോബർ ആണ്. ഓക്കെ, ഇനി ഇതിന്റെ ഫൈനൽ പാർട്ടാണ് ഇതെന്ന് പറയുന്നത് റിസൾട്ട്സ് ഓഫ് റഷ്യൻ റെവല്യൂഷൻ. അപ്പോൾ റഷ്യൻ റെവല്യൂഷൻ കഴിഞ്ഞു. ഓക്കെ, സോ ഇതിൽ എന്തൊക്കെയാണ് ഇതിന്റെ അല്ലെങ്കിൽ ഇതിന്റെ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റഷ്യ വിഡ്രോ ഫ്രം ദ ഫസ്റ്റ് വേൾഡ് വാർ. ഓക്കെ, റഷ്യ വിഡ്രോ ചെയ്തു ഫസ്റ്റ് വേൾഡ് വാറിൽ നിന്ന്. സീസ്ഡ് ഔട്ട് ദ ലാൻഡ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ പെസൻസ്. അപ്പോൾ ലാൻഡുകളൊക്കെ പിടിച്ചെടുത്തു, എന്നിട്ട് അത് പെസൻസിന് വിട്ടുകൊടുത്തു. ഗേവ് ഇമ്പോർട്ടൻസ് ടു പബ്ലിക് സെക്ടറിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ഇൻട്രൊഡ്യൂസ്ഡ് സെൻട്രലൈസ്ഡ് പ്ലാനിങ് ആൻഡ് അച്ചീവ്ഡ് സെൻട്രലൈസ്ഡ് പ്ലാനിങ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അച്ചീവ്ഡ് ഡെവലപ്മെന്റ്സ് ഇൻ ദ ഫീൽഡ് ഓഫ് സയൻസ്, ടെക്നോളജി ആൻഡ് എക്കണോമി. ഈ പറയുന്ന ഫീൽഡുകളിലെല്ലാം ഡെവലപ്മെന്റ്സ് അച്ചീവ് ചെയ്തു. സോ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ഫോഴ്സ് ഇൻ 1924. ഓക്കെ, ഒരു പുതിയ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നു 1924. യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്, അതായത് USSR, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ഫോം ചെയ്തു. ബൈ കൺസോൾഡേറ്റിംഗ് ഡിഫറെന്റ് സോവിയറ്റ് റിപ്പബ്ലിക്കുകളെ കൺസോൾഡേറ്റ് ചെയ്തുകൊണ്ട് USSR ഫോം ചെയ്തു. സ്പ്രെഡ് ദി സോഷ്യലിസ്റ്റ് ഐഡിയാസ് ഓൾ ഓവർ ദ വേൾഡ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ റഷ്യൻ റെവല്യൂഷനിലുള്ളത്. അപ്പൊ ഇതിൽ മെയിൻ ആയിട്ട് 4 ഏരിയാസ് ആണ് ഉള്ളത്. ഒന്ന് 1905 നടക്കുന്ന ബ്ലഡി സൺഡേ അല്ലെങ്കിൽ റഷ്യ ജപ്പാൻ വാർ, ദെൻ 1917 നടക്കുന്ന ഫെബ്രുവരി ആൻഡ് ഒക്ടോബർ റെവല്യൂഷൻ, ദെൻ 1924 ഇവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഇയേഴ്സ് റഷ്യൻ റെവല്യൂഷൻ റിലേറ്റഡ് ആയിട്ട്. അപ്പൊ മെയിൻ ആയിട്ട് കോസസ് പഠിക്കുക, ബ്ലഡി സൺഡേ, ദെൻ ഒക്ടോബർ ആൻഡ് ഫെബ്രുവരി റെവല്യൂഷൻ, ഫൈനലി റിസൾട്ട്സ് ഓഫ് ദി റഷ്യൻ റെവല്യൂഷൻ. അപ്പൊ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. അപ്പൊ നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഒരു റെവല്യൂഷൻ കൂടെയാണ് ഈ ചാപ്റ്ററിന് പെൻഡിങ് ഉള്ളത്, ചൈനീസ് റെവല്യൂഷൻ. അതോടുകൂടി നമ്മുടെ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അപ്പൊ ചാപ്റ്റർ കംപ്ലീറ്റ് ആവുന്നതോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ചാപ്റ്ററിന്റെ കംപ്ലീറ്റ് റിവിഷനും കൂടെ നടത്തി വെക്കണം കേട്ടോ. അപ്പൊ റിവിഷൻ ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയറിന്റെ ക്വസ്റ്റ്യൻസും ആയിട്ട് ഈ ചാപ്റ്റർ കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എത്തുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെങ്കിൽ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും, ഒപ്പം സപ്പോർട്ട് ചെയ്യുക, കൂട്ടുകാർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യുക. Thank you so much for watching today's session. See you in another fun-filled session of SAS EduShack. Till then, thank you and have a nice day. Bye bye.